തിരുവനന്തപുരം നഗരത്തിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ സ്ഥിതിഗതികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പ്രതിയെന്ന് സംശയിക്കുന്ന ജെയ്സൺ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നെന്നാണ് വിവരം. ഉള്ളൂർ സ്വദേശിയായ ജെയ്സൺ പബ്ലിക് ലൈബ്രറിയിലെ ക്യാന്റീൻ ജീവനക്കാരനാണെന്നാണ് പുറത്തുവരുന്ന വിവരം. തിരുവനന്തപുരം പാറ്റൂർ മൂലവിളാകത്താണ് സംഭവം ഉണ്ടായത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്കാണ് മോശമായ പെരുമാറ്റം നേരിടേണ്ടി വന്നത്. നടന്നു പോവുകയായിരുന്ന സ്ത്രീയോട് ഇരുചക്ര വാഹനത്തിലെത്തിയ ആൾ വളരെ മോശമായി സംസാരിക്കുകയായിരുന്നു. സമീപത്തെ ദന്തൽ ക്ലിനിക്കിലേക്ക് പോവുകയായിരുന്ന സ്ത്രീക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. നേരത്തെ മൂലവിളാകത്ത് തന്നെ മറ്റൊരു സ്ത്രീയും ശാരീരികമായി ആക്രമിക്കപ്പെട്ടിരുന്നു. ഈ കേസിലെ പ്രതിയെ ഇതുവരെ കണ്ടെത്താനായില്ല. നടുറോഡിൽ സ്ത്രീയെ ആക്രമിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. പാറ്റൂർ മുതൽ സ്ത്രീയെ അക്രമി പിന്തുടരുന്നതിന് CCTV ദൃശ്യങ്ങൾ അന്ന് പോലീസ് ശേഖരിച്ചു. ആക്രമണം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. സമാനമായ സംഭവത്തിൽ മരുന്ന് വാങ്ങാൻ രാത്രിയിൽ പുറത്തിറങ്ങിയ സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടത്. പണം എടുത്തില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ അവർ വീട്ടിലേക്ക് തന്നെ മടങ്ങുമ്പോഴാണ് അക്രമി സ്ത്രീയെ പിന്തുടരുന്നത്. പാറ്റൂർ മുതൽ സ്ത്രീയുടെ പിന്നാലെ അക്രമി ഉണ്ടായിരുന്നു. പരാതിക്കാരിയെ കയറി പിടിക്കുകയും മുഖം ചുമരിലിടിക്കുകയും ചെയ്ത ശേഷം ഹെൽമറ്റ് ധരിച്ച് അക്രമി മുന്നോട്ടു പോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചുവെങ്കിലും ചുമപ്പ് നാടയ്ക്കുള്ളിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇന്നും. ഈ സംഭവത്തിന്റെ ആഘാതത്തിൽ നിന്ന് തലസ്ഥാന നഗരിയുടെ ഞെട്ടൽ മാറും മുന്നേ മറ്റൊരു സ്ത്രീ കൂടി, അതും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് നേരെ തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. തീക്കട്ടയിൽ തന്നെ ഉറുമ്പരിക്കുക എന്ന് മലയാള ഭാഷയിലെ പ്രയോഗത്തിനെ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് തലസ്ഥാന നഗരിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയെങ്കിലും നിയമപാലകരും നിയമ സംവിധാനങ്ങളും പ്രായോഗികമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.